ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. വിഷു റിലീസായിട്ട് മോളിവുഡിൽ നിന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ 3 മലയാളം സിനിമകളുടെയും കൃത്യമായി കേരള വേൾഡ് വൈഡ് കളക്ഷൻ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം കേരളത്തിലാണെങ്കിലും വേൾഡ് വൈഡ് കളക്ഷന്റെ കാര്യത്തിലാണെങ്കിലും നെസ്ലൻ നായകനെത്തിയ ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ആലപ്പുഴ ജിംഖാന എന്ന സിനിമ തന്നെയാണ് മറ്റ് സിനിമകളെ അപേക്ഷിച്ച് വളരെ ദൂരത്തിൽ മുന്നിലുള്ളത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ 5 ദിവസങ്ങൾ കൊണ്ട് ആലപ്പുഴ ജിംഖാന നേടിയെടുത്തിരിക്കുന്നത് 15 കോടി 26 ലക്ഷം ഗ്രോസ് കളക്ഷനാണ്. അതേസമയം ചിത്രത്തിന്റെ ആദ്യ 5 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരുമ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ മുകളിലേക്ക് സിനിമ എത്തപ്പെട്ടിരിക്കുകയാണ്. 30 കോടി 80 ലക്ഷം രൂപയാണ് സിനിമയുടെ ആദ്യ 5 ദിവസത്തെ കളക്ഷൻ. തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ വിഷു വിന്നർ ഉറപ്പാക്കി കഴിഞ്ഞ സിനിമ ഇപ്പോഴത്തെ 50 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുന്നു. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ കളക്ഷനായിട്ട്. ഇനി ബേസിൽ ജോസഫ് നായകനെത്തിയ മരണമാസം എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ 5 ദിവസങ്ങൾ കൊണ്ട് 5 കോടി 86 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ 9 കോടി 15 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുന്നത്. ഇന്നത്തോടെ സിനിമയുടെ ആകെ വേൾഡ് വൈഡ് ഗ്രോസ് 10 കോടി കടക്കുന്നതാണ്. ഇനി മമ്മൂട്ടി ചിത്രം ഈ വിഷുനാളിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ബിഗ് ബഡ്ജറ്റ് സിനിമയിലേക്ക് വരികയാണെങ്കിൽ ബസൂക്കയിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ കളക്ഷൻ നേരത്തെ പ്രേക്ഷകർ അറിയിച്ചതുപോലെ 20 കോടി രൂപയ്ക്ക് മുകളിലാണ് ആദ്യ 5 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ്. കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ ഫിഗേഴ്സ് പുറത്തു വരുമ്പോൾ 20 കോടി 66 ലക്ഷം രൂപയാണ് സിനിമയുടെ ആദ്യ 5 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ്. അതിൽ 10 കോടി 47 ലക്ഷം രൂപയും വന്നിരിക്കുന്നത് നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്നാണ്. അപ്പോൾ ബസൂക്ക എന്ന സിനിമ ഉൾപ്പെടെ 3 സിനിമകളുടെ വിഷു സിനിമകളുടെ ആദ്യ വീക്കെൻഡിലെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രേക്ഷകർ അറിഞ്ഞിരിക്കുന്നു. ഇന്ന് വർക്കിംഗ് ഡേ മുതലുള്ള അടുത്ത ദിവസങ്ങളിലെയും കളക്ഷനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.